ആരുടെ പേനയാണ് ഇത്? ആരാണ് എന്ന് മാത്രമല്ല നമ്മളിത് ആരുടെ എന്നുകൂടി പറയില്ലേ. അപ്പോൾ ആരുടെ എന്നുള്ളതിന് ഹൂ അല്ല പറയുന്നത്, ഹൂവുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറൊരു വാക്കാണ്. നമ്മൾ ചിലപ്പം അധികം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് അത്തരം കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ആരുടെ ഐഡിയ ആണിത്? ആരുടെ ഐഡിയ ആണിത്? ഹൂസ് ഐഡിയ ഈസ് ദിസ്? ആരുടെ. ആര് എന്നുള്ളത് ഹൂ ആണെങ്കിൽ ആരുടെ എന്നാകുമ്പോൾ ഹൂസ് ഐഡിയ ഈസ് ദിസ്. ആരുടെ തെറ്റാണിത്? ആരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണിത്? ഹൂസ് മിസ്റ്റേക്ക് ഈസ് ദിസ്? ആരുടെ തെറ്റാണിത്? ആരുടെ ഉത്തരവാദിത്വമാണിത്? ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്യൂ. കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഹൂസ് റെസ്പോൺസിബിലിറ്റി ഈസ് ദിസ്? ആരുടെ തോക്കാണിത്? ഈ സീൻ നമുക്ക് ഓർമ്മയുണ്ടാവും. അവസാനം എന്നെ തോക്കുകളാന്ന് വിളിക്കരുത് കേട്ടോ. ആരുടെ തോക്കാണിത്? ഒരു തോക്ക് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹൂസ് ഗൺ ഈസ് ദിസ്? ആരുടെ പട്ടിയാണ് കുരയ്ക്കുന്നത്? ആരുടെ പട്ടിയാണ് കുരയ്ക്കുന്നത്? എവിടുന്നോ പട്ടി കുരയ്ക്കുന്നുണ്ടല്ലോ. ആരുടെ പട്ടിയാണ് കുരയ്ക്കുന്നത്? ട്രൈ ചെയ്ത് നോക്കൂ. ഹൂസ് ഡോഗ് ഈസ് ബാക്കിംഗ്? ഡോഗ് ഈസ് ബാക്കിംഗ് എന്ന് വെച്ചാൽ പട്ടി കുരയ്ക്കുന്നു അല്ലെങ്കിൽ കുരച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മുമ്പ് ഒരു ഹൂസ് ചേർത്താൽ മതി. ആരാണ് ഇന്ന് മുറി വൃത്തിയാക്കേണ്ടത്? അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. ആരാണ് എന്നുള്ളതിന് ആരുടെ ടേൺ ആണ് എന്നായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഹൂസ് ടേൺ ഈസ് ഇറ്റ് ടു ക്ലീൻ ദ റൂം ടുഡേ? ഹൂസ് ടേൺ ഈസ് ഇറ്റ് ടു ക്ലീൻ ദ റൂം ടുഡേ? ആരുടെ കൂടെയാണ് മേശയുടെ പുറത്തിരിക്കുന്നത്? ആ മേശയുടെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്നത് ആരുടെ കൂടെയാണ്? ഹൂസ് അംബ്രല്ല ഈസ് ഓൺ ദി ടേബിൾ? ആരുടെ കൈയക്ഷരമാണ് ഏറ്റവും നല്ലത്? ഹൂസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ദ ബെസ്റ്റ്? ഹൂസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ദ ബെസ്റ്റ്? ആരുടെ താക്കോലാണ് നിലത്ത് കിടക്കുന്നത്? ഹൂസ് കീ ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ? ആദ്യത്തെ സെൻറ്റൻസ് ആരുടെ പേനയാണ് ഇത്? ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ. ഹൂസ് പെൻ ഈസ് ദിസ്?